പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയുടെ ജാറിലടിച്ച് പെർഫെക്റ്റ് ആയിട്ട് ക്യാരറ്റ് കേക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഈ ഒരു ബാറ്ററിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മിക്സിയുടെ ജാറിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കേക്ക് കണ്ടു, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. കണ്ടില്ലേ, മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഇത് അടിച്ചതെന്ന് തോന്നത്തേ ഇല്ല, അത്രയ്ക്ക് സ്പോഞ്ചിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. കേക്ക് ടിന്നിൽ നന്നായിട്ട് ഓയിൽ തേച്ച ശേഷം ബട്ടർ പേപ്പർ അല്ലെങ്കിൽ സാധാരണ നോട്ട്ബുക്കിന്റെ ന്യൂസ് പേപ്പറിന്റെ ഏത് പേപ്പറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം കേട്ടോ. നിങ്ങൾ ബട്ടർ പേപ്പറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ സാധാ പേപ്പറാണ് എടുത്തേക്കണേ, അതുകൊണ്ടാണ് ഓയിൽ തേച്ചത്. കേക്കിന്റെ പുറം ഭാഗം വല്ലാതെ അങ്ങ് കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധം കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഒരു നുള്ള് സിനിമൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. സിനിമൻ സ്റ്റിക്ക് നിർബന്ധമില്ല, കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുത്തു വരും, അപ്പൊ തീരെ കുറച്ചിടാം. 3 കറിയാമ്പൂവും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിന്റെ അകത്തേക്ക്, ഈ പൊടിയുടെ അകത്തേക്ക് നന്നായിട്ട് എയർ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കേക്ക് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പോളം ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് പൗഡറിൽ നിന്ന് 2 ടേബിൾ സ്പൂണും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് കശുവണ്ടി പരിപ്പാണ്. അതെന്തോരം ഇടണോ അത്രയും ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ ഇപ്പൊ 1/4 കപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ 1 കപ്പൊക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് നല്ല ടൈറ്റ് ആയിട്ട് അടപ്പിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണിത്. ഓവർനൈറ്റ് ഒന്നും വെക്കണമെന്നില്ല, ഒരു 4 മണിക്കൂർ വെച്ചാലും മതി. മിക്സിയുടെ അകത്തും പുറത്തും വല്ല നനവ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചളഞ്ഞ ശേഷം അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒറ്റ പ്രാവശ്യം 3 സെക്കൻഡിൽ കൂടുതൽ അടിക്കരുത് കേട്ടോ. മിക്സിയുടെ സ്പീഡ് മാക്സിമം വെക്കാം കേട്ടോ. മാക്സിമം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് 3 സെക്കൻഡ് ആദ്യം അടിക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരന്ന് 1/3 ഭാഗം ഇട്ടെടുത്ത് വീണ്ടും ഒരു 3 സെക്കൻഡ് അടിക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഈ രീതിയിൽ 3 സെക്ഷനായിട്ട് പഞ്ചസാര കംപ്ലീറ്റ് ഇട്ട് അടിച്ചു കൊടുക്കാം. ബാറ്റർ കംപ്ലീറ്റ് അടിച്ചു തീർന്ന വരെ മിക്സിയുടെ ജാറ് ചൂടാവരുത്. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഡ്രൈഡ് ജിഞ്ചർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഇട്ട് കൊടുക്കാം കേട്ടോ, നിർബന്ധമില്ല. 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ. ഞാനത് ഇട്ടുകൊടുത്തത് റെക്കോർഡ് ആയില്ലായിരുന്നു. ഓരോ 3 സെക്കൻഡ് കഴിയുമ്പോഴും തുറന്ന് നോക്കാം കേട്ടോ. ഇതേ രീതിയിൽ ഒരു നല്ല വൈറ്റ് ക്രീമി ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മിക്സിയുടെ ജാറിൽ ഓരോ 3 സെക്കൻഡ് അടിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഇതുപോലെ പൊങ്ങി പൊങ്ങി വരും. ലാസ്റ്റ് ആവുമ്പോൾ ഓവർ ബീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊങ്ങി വന്നത് താന്നു പോകും. ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേക്ക് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെക്കാം കേട്ടോ. അടി കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും അതിൻ്റെ അകത്ത് കമത്തി വെക്കാം. അതിന്റെ മുകളിൽ നമുക്ക് ബാറ്റർ വെക്കാവുള്ളൂ. ഇനി എഗ്ഗിന്റെ ബാറ്ററിലേക്ക് പൊടിയിട്ട് മിക്സ് ചെയ്യണം. ആദ്യം പകുതി പൊടി മാത്രം ഇടാം, എന്നിട്ട് പയ്യനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ വേണം കേട്ടോ. കയ്യിനും ഹാൻഡ് മിക്സറിനും ഒട്ടും ബലം കൊടുക്കാതെ പയ്യനെ ഇതേ രീതിയിൽ റൗണ്ടിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഏകദേശം കംപ്ലീറ്റ് പൊടിയും അതിലേക്ക് ഒബ്സർവ് ആയ ശേഷം ബാക്കിയുള്ള പകുതി പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബലം അനുഭവപ്പെടാന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം കേട്ടോ. കേക്കിലേക്ക് എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻറ്റും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നിങ്ങളുടെ കേക്കിന്റെ ബാറ്റർ ഒരു സ്മൂത്ത് ആവാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം. ക്യാരറ്റ് ഇട്ടെടുത്ത ശേഷം ഹാൻഡ് മിക്സറിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു സ്പാച്ചുല എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യാം.
കയ്യിൽ ചുമ്മാ ഇട്ട് ഇളക്കി കൊടുക്കരുത്, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചതൊക്കെ താന്നു പോവും. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബാറ്റർ ബലമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാലാണ് എനിക്ക് വേണ്ടി വന്നത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഇത് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. അകത്ത് വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വലിയ കാര്യമില്ല, പൊങ്ങി വരുന്ന സമയത്ത് അതൊക്കെ അങ്ങ് താന്നു പോകും. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചൂടാവാൻ വെച്ച പാത്രത്തിലേക്ക് അതങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 40 മിനിറ്റ് വേവിക്കാം കേട്ടോ. 40 മിനിറ്റ് തന്നെ വേണ്ടി വരും. നിങ്ങളുടെ ഗ്യാസ് അടുപ്പിന് നല്ല ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി വേവിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പോഞ്ചി ആട്ടോ. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. ഞാൻ ഒന്നരാടം വെച്ചൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. ഡെയിലി ഇടലുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അതിന് പറ്റാത്ത കാരണം ഒന്നരാടം വെച്ചൊക്കെയാണ് ഇടുന്നത്. കേക്കിന്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് കളയാനൊന്നല്ല കേട്ടോ, നമുക്ക് കഴിക്കാം. ഈ മുകളിലെ ഭാഗം കേട്ടോ എനിക്ക് കഴിക്കാൻ കിട്ടിയത്. കേക്ക് വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 햇살이 너무 좋았어. 그냥 모두 좋았어. 널 만나서 모든 게 다 잠에서 깨어나서 휴대폰을 먼저 보게 돼. 참 많이 변했다는가. 세상에서 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.